നമ്മൾ കാണുന്നത് ഡൽഹി. ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അതിനൊരു സംശയമില്ല. കെ സുധാകരൻ കണ്ണൂരിലെ സ്ട്രോങ്സ്റ്റ് ലീഡറാണ്, കരുത്തനാണ്. ഇല്ല, അത് നമ്മൾ ആലോചിക്കേണ്ട. അദ്ദേഹം വീട്ടിൽ ചെന്നാൽ എപ്പോഴും ആളുണ്ടാവും. അതറിയാം, എനിക്ക് എന്താ അറിയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ പാർട്ടി തീരുമാനം അദ്ദേഹത്തെ അറിയിച്ച ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞു. തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെപ്പോ ചെന്നാൽ ആളുണ്ടാവും. തീരുമാനം എടുത്തില്ല കോൺഗ്രസ്. ഇല്ല, തീരുമാനത്തിന് സമയമുണ്ടല്ലോ. ഇലക്ഷൻ ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കാര്യമല്ല. ചായക്കൊപ്പിലൊക്കെ ഒരു കൊടുങ്കാറ്റാണോ? നിങ്ങളെ ഡോണ്ട് പുട്ട് വേർഡ്സ് ഇൻ മൈ മൗത്ത്. ഈ പലയിടങ്ങളിലും രാജി തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം ബന്ധപ്പെട്ട് പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട്. ജി സുധാകരനാണോ? സുധാകരൻ KPCC-യിലെത്തിയോ? DCC-യിലെത്തിയോ? ഇലക്ഷൻ അല്ലേ, നമുക്ക് കാണാം. ശരി. അങ്ങ് സുധാകരന് വേണ്ടി സംസാരിക്കും. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോട് മാധ്യമപ്രവർത്തകർ നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം കെ സുധാകരന്റെ അതൃപ്തിയെക്കുറിച്ചാണ്. അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങളെ കുറിച്ചാണ്. കെ സുധാകരനെ മത്സരിപ്പിച്ച് പ്രതികരിക്കുന്നില്ല. ഞാനിപ്പോ വേറൊരു ചർച്ചയിലായിരുന്നു. ശരി, അല്ല, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഒന്നുമില്ല. കോൺഗ്രസിന്റെ സാഹചര്യമാണ് കേരളത്തിലെ എംപിമാർ ഒരു ന്യായീകരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അവിടെ ഗൗരവ് ഗൊഗോയിയെ മത്സരിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണോ? എനിക്കത് അറിയില്ല. ഞാൻ കേരളത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അല്ല ഹൈക്കമാൻഡിന് വിട്ടു. ഹൈക്കമാൻഡ് തീരുമാനിക്കും MP-മാരുടെ കേരളത്തിലെ മത്സര സാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ. അതിൽ ഇപ്പോൾ താൻ ഒന്നും പറയുന്നില്ല എന്നാണ് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത്. കെ സുധാകരൻ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതിനുള്ള കാരണമായി കരുതുന്നത് കെ സുധാകരൻ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നാണ്. കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ വളരെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.